സൂറത്ത് നാസിലെ മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇനി അതിന്റെ ബാക്കിയാണ് നമുക്ക് പഠിക്കാൻ. സൂറത്ത് നാസിന്റെ പ്രത്യേകത എന്താണ് എന്നും സൂറത്ത് നാസ് ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊക്കെ നമ്മൾ അതിന്റെ ഫളായിലുകൾ പറഞ്ഞിട്ട് ആ സൂറത്തിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ട് നമ്മൾ സൂചിപ്പിച്ചു. അല്ലാഹുവിന്റെ കാവൽ, ആ കാവൽ വേണ്ടത് ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ നിന്നാണ് കാവൽ വേണ്ടത്. ആ കാവലിനെ ചോദിക്കാൻ നിരന്തരമായി അല്ലാഹുവിനോട് ശർറുകളിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ പഠിപ്പിക്കുന്ന രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും. അപ്പൊ അതിലെ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ നാസ്. അതൊക്കെ നമ്മൾ ആദ്യം പഠിക്കണം. അപ്പൊ ഈ സൂറത്തിന്റെ ഒരു ഘടന, ഒന്ന് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ മൂന്ന് വിശേഷണങ്ങൾ എടുത്ത് പറയും. ഒന്ന് റബ്ബുൽ നാസാണ്, രണ്ട് മലിക്കാണ്, മൂന്ന് ഇലാഹാണ്. ജനങ്ങളുടെ ഇലാഹും ജനങ്ങളുടെ മലിക്കും ജനങ്ങളുടെ റബ്ബുമായ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറയാതെ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ മൂന്ന് വിശേഷണങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നത് നമ്മൾ ചോദിക്കാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. ശ്രദ്ധിച്ചിരിക്കണം. വളരെ കുറച്ച് സമയം മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ചോദിക്കാൻ പോകുന്ന വിഷയവുമായിട്ട് അതിന് ബന്ധമുണ്ട്. അതാണ് നമ്മൾ കുറെ റബ്ബുൽ നാസ് എന്ന് പറഞ്ഞപ്പോൾ കുറെ റബ്ബ് എന്ന ആ അല്ലാഹുവിന്റെ നാമത്തെ നമ്മൾ കുറെ വിശദീകരിച്ചു, കുറെ ആയത്തുകൾ പറഞ്ഞു. അതുപോലെ തന്നെ മലിക്കും ഇലാഹും, ഇതൊക്കെ നമ്മൾ കുറെ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുകളിൽ കുറെ വിഷയങ്ങൾ പറഞ്ഞു. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കാവലിനെ ചോദിക്കുന്നത്. ഈ വിശേഷണങ്ങളെല്ലാം ഉള്ള റബ്ബിനോട് നമ്മൾ കാവലിനെ ചോദിക്കണം. അതായി എന്നാണ് വസ്വാസിൽ ഖന്നാസ്. ഷർറ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഷർറാണ്. എന്താ ഷർറ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഷർറ്? അല്ല, നമുക്ക് പെട്ടെന്ന് ഉത്തരവാണ്. ഹൈറല്ലാത്ത ഷർറാണ്. അങ്ങനെ മനസ്സിലാക്കണം. നമുക്ക് ഹൈറല്ലാത്തതെല്ലാം എന്തായിരിക്കും? ഷർറാണ്. അപ്പം ഈ ഷർറ് നമുക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വസ്വാസം. ആ വസ്വാസം ആരുടെ വസ്വാസാണ്? അൽ ഖന്നാസ്. അൽ ഖന്നാസ് എന്നത് ശൈത്താൻ. എന്താ വാക്കിന്റെ അർത്ഥം? ഖന്നാസ് എന്ന വാക്കിന്റെ അർത്ഥം പിന്മാറിക്കളയുക. അതായത് പിന്മാറിക്കളയാന്ന് പറഞ്ഞാല് നമ്മളല്ല, ഒരു എറിഞ്ഞിങ്ങാട് മാറ്, എറിഞ്ഞിട്ട് മാറിക്കളയും, അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ട് എന്ത് ചെയ്യാം? മാറിക്കളയും. അതാണ് ഖന്നാസ്. അപ്പൊ ഖന്നാസ് ശൈത്താനാണ്. അപ്പൊ ഒരു ശൈത്താനിന്റെ ഷർറ് അത് ഉറപ്പാണ്. വസ്വാസ് ഖന്നാസ്. അപ്പൊ ഈ വസ്വാസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് വിശദീകരിക്കുന്നില്ല, പറഞ്ഞതിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ് വിശദീകരിച്ചിട്ടുണ്ടാവും. അപ്പോ ആ ഷർറിൽ നിന്നാണ് പിന്മാറിക്കളയുന്ന ശൈത്താൻ ഉണ്ടാക്കുന്ന വസ്വാസ്. അത് നമുക്ക് എന്തായിട്ട് മാറും? ഷർറായിട്ട് മാറും. അത് കുറെ കാര്യങ്ങളുണ്ട്. ഈ വസ്വാസത്തിനൊക്കെ ഒന്ന് ഈ സംശയം, സംശയം വസ്വാസപ്പെട്ട ശൈത്താന്റെ വസ്വാസം. സാധാരണ വസ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വസ്വാസമാണ്. ആ വൃത്തിയായോ ശുദ്ധിയായോ, നിസ്കാരാണെങ്കിലും കെട്ടിയത് ശ്രദ്ധിച്ച് ശരിയായോ, ഉണ്ടാക്കി ശരിയായോ, അങ്ങനെ ആ വസ്വാസം കൂടിയ അമല് ബാക്കിലേക്ക് പോകും.
അപ്പൊ കുറച്ച് അമലുകളിൽ മാത്രമല്ല, വിശ്വാസത്തിലും കർമ്മങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ കുടുംബത്തിലും എല്ലാം ഇത് ഉണ്ടാവും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അപ്പൊ അല്ലദീ എന്നുള്ളത് നമുക്ക് പഠിക്കാറ്. അല്ലദീ എന്ന് പറഞ്ഞാൽ അതായത് അല്ലദീ എന്ന് അസ്മാഉൽ മൗസൂലയാണ്. അസ്മാഉൽ മൗസൂല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. 6 അസ്മാഉൽ മൗസൂല. അല്ലദീ, അല്ലദാനി, അല്ലദീന, അല്ലദീ, അല്ലദാനി, അല്ലാത്തി. അതെങ്ങനെ വരിക? അല്ലദീ എന്ന് പറയുമ്പോൾ ഒരു സംഗതി പറഞ്ഞിട്ട് അതിന്റെ വിശേഷമാണ് ചേർക്കാനാണ്. അത് ആ വസ്തു ഒന്നാണ്, അതായത് ഏകവചനാണ്. അതോടൊപ്പം അത് പുല്ലിംഗമാണ്. അപ്പൊ അല്ലദീ പറയും. 2 പുല്ലിംഗം കൂടെയാണ് അല്ലദാനി പറയും. 2 കൂടുതലുണ്ട് പുല്ലിംഗാണ് അല്ലദീ പറയും. ഇനി വസ്തു സ്ത്രീലിംഗാണെങ്കിൽ അല്ലദിക്ക് പകരം അല്ലത്തി എന്ന് പറയും, ഏകവചനാണ്. 2 അല്ലത്താനി പറയും. 2 കൂടുതലുണ്ടെങ്കിൽ അല്ലാത്തി എന്ന് പറയും. അല്ലതിയിലേക്ക് പോയാൽ മനസ്സിലായി. അപ്പൊ ഇവിടെ ഹന്നാസ് ആയതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അല്ലതി പറഞ്ഞു. അല്ലതി യുവസ്വിസ്, വസ്വാസ് ഉണ്ടാക്കുന്നത് അവനാണ് ഹന്നാസ്. അപ്പൊ ഇവിടെ ഹന്നാസ് ആരാണ് എന്നതാണ് അടുത്തായത്. ഹന്നാസ് ആരാണ്? അല്ലതി, അവൻ ഒരുത്തനാണ്, യാതൊരുവനാണ്. യുവസ്വിസു, അവൻ വസ്വാസ് ഉണ്ടാക്കും. വസ്വസിന്റെ മുതാരിയാണ് യുവസ്വിസു. അല്ലതി യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഇവിടെ സദർ എന്നതിന്റെ ബഹുവചനമാണ് സുദൂർ. ഇരിക്കോ സദർ എന്നതിന്റെ ബഹുവചനമാണ് സുദൂർ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നെഞ്ച്, മനസ്സ്, ഹൃദയം എന്നൊക്കെ പറയും. സദറിന്റെ ബഹുവചനമാണ് ആയത്തിൽ എന്താണ്? സുദൂറാണ്. അപ്പൊ അല്ലദീ യുവസ്വിസു, അവൻ വസ്വാസം ഉണ്ടാക്കുന്നവനാണ്. ഈ സുദൂരിന്നാസ്, സുദൂരിന്നാസ് എന്താ? നാസ് എന്താ? ജനങ്ങൾ. അപ്പൊ സുദൂരിന്നാസ് ജനങ്ങളുടെ ഹൃദയം. ജനങ്ങളുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന യാതൊരുവൻ അവന്റെ ശരീരം അവന്റെ ശരീരം വസ്വാസ് ഹന്നാസ്. ഹന്നാസിന്റെ വസ്വാസം. ഈ ഹന്നാസ് ആരാണ്? അല്ലെങ്കിൽ യാതൊരുവൻ. യുവസ്വിസു, അവൻ വസ്വാസ് ഉണ്ടാക്കും. ഇവിടെ ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ മനസ്സ്. അപ്പൊ നാസുപത്രമായി ഈ സൂറത്തിലെ എത്രാമത്തെ നാസ? നാലാമത്തെ നാസ. ഈ സൂറത്തിന് നാസിന് പേരുള്ള കാരണം ജനങ്ങൾ എന്ന അർത്ഥത്തിൽ എത്രാമത്തതാണ്? ജനങ്ങൾ എന്ന ആ ഒരു വാക്ക് എത്ര വട്ടം ആവർത്തിച്ചു? 4ാമത്തെ തവണ ആവർത്തിച്ചു. 4. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുന്ന ആ ശക്തിയിൽ നിന്ന് ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ ഇലാഹ്, ജനങ്ങളുടെ രാജാവ് ആധിപത്യമുള്ള. അപ്പൊ മനസ്സിന്റെ റബ്ബ്, മനസ്സുകളുടെ റബ്ബ്, മനസ്സിലാക്കാൻ പറഞ്ഞ മനസ്സുകളുടെ മാലിക്, ഹൃദയത്തിന്റെ ഉടമസ്ഥൻ ആര്? മനസ്സിലായി. ആ മനസ്സിൽ ഇലാഹായിട്ട് ആരുണ്ടാവുള്ളൂ? ജനങ്ങൾ ആരുണ്ടാവുള്ളൂ? അപ്പൊ അങ്ങനെയുള്ള ഒരു ശക്തിക്ക് മാത്രമേ ശൈത്താനിന്റെ വസ്വാസിൽ നിന്ന് നമുക്ക് കാവലിന് തരാൻ സാധിക്കൂ. മനസ്സിലായി. ഇബ്ലീസിൽ നിന്ന് എന്താ ശൈത്താൻ പറഞ്ഞത്? ശൈത്താൻ എന്ന് പറഞ്ഞത് ഇബ്ലീസിന്റെ കബീല, ഇബ്ലീസിന്റെ ജുനൂദ്, ഇബ്ലീസിന്റെ ഗുദിയത്ത്, ഇബ്ലീസിന്റെ ഹിസ്ബ്.
ഇബ്ലീസിന്റെ പാർട്ടി, ഇബ്ലീസിന്റെ സന്താനം തുല്യത്തിൽ, ഇബ്ലീസിന്റെ കബീല ഗോത്രം, ഇബ്ലീസിന്റെ ജുലൂസ്. ഇതാണ് ഇബ്ലീസ് ഒറ്റ ജിന്നവർഗത്തിൽപ്പെട്ട ഒരുത്തന്റെ പേരാണത് ഇബ്ലീസ്. അത് ഒരു ജിന്നാണ്. ആ ജിന്നവർഗത്തിൽപ്പെട്ട ഒരുത്തനായി ഇബ്ലീസ്. ആ ഇബ്ലീസ് ഏതുവരെ ഉണ്ടാകും? ജിന്നുകൾ ജനിക്കും, മരിക്കും, ആണുണ്ട്, പെണ്ണുണ്ട്, മുസ്ലിമുണ്ട്, കാലഘട്ടത്തിലേക്ക് ജിന്നുകളുണ്ട്. അതിൽ ഇബ്ലീസിന്റെ പ്രത്യേകത എന്താണ്? ഇബ്ലീസിന് അള്ളാഹുതആല പരീക്ഷണമാക്കി വെച്ചതാണ്. അവന് ആയുസ് ഏത് കാലം വരെ? ആയുസ്. ആ കാലഘട്ടങ്ങളിൽ ഇബ്ലീസിന്റെ ഗോത്രം, ഇബ്ലീസിന്റെ സന്താനങ്ങൾ, ഇബ്ലീസിന്റെ പാർട്ടി, ഇബ്ലീസിന്റെ സൈന്യം, ഇതാണിത് ശൈത്താന്മാരാണ്. അപ്പൊ ആ ശൈത്താനിൽ നിന്ന് നമുക്ക് കാവൽ കിട്ടണം. ആ കാവൽ ആർക്കേ തരാൻ പറ്റുള്ളൂ? അള്ളാഹുവിനെ ഇലാഹായിട്ട് അംഗീകരിച്ചവർക്ക് ആ കാവൽ കിട്ടുള്ളൂ. മനസ്സിലായി? അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച ആൾക്കാർക്ക് ആ കാവൽ കിട്ടുള്ളൂ. അള്ളാഹുവിനെ മാലിക്കായിട്ട് അംഗീകരിച്ച ആൾക്കാർക്ക് എന്ത് കിട്ടുള്ളൂ? ഈ കാവൽ. ഒന്ന്. രണ്ടാമത്, ആ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഒന്നാമതായി കിട്ടേണ്ട കാവൽ ആരിൽ നിന്നാണ്? ഒരുപാട് കാവൽ കിട്ടാതെ ഒരുപാട് രക്ഷ കിട്ടണം. അള്ള തന്നെ രക്ഷ പല വിഷയത്തിലേ. അതിൽ ആദ്യത്തെ കാവൽ ആരിൽ നിന്ന്? ആ കാവൽ കിട്ടിയ ബാധ്യത രക്ഷപ്പെട്ടു. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇത് എവിടെ വരെ നടക്കും? اللهم إني أعوذ بك أن يتخبطني الشيطان عند الموت. عند الموت. നബിയുടെ പ്രാർത്ഥനയാണ് اللهم إني أعوذ بك من أن يتخبطني الشيطان عند الموت. ഞാൻ മരിക്കുന്ന സമയത്ത് വരെ ശൈത്താൻ എന്നെ കീഴ്പ്പെടുത്തി കൊടുക്കും. പഠിച്ചവനെ കാവലിനെ കൊണ്ട പഠിച്ചവൻ. മരിക്കുന്ന സമയത്ത് വരെ ശൈത്താൻ വിശ്വാസം ഉണ്ടാകും. ഈ ശൈത്താന്റെ വിശ്വാസി, ഒന്നാമത്തെ വിശ്വാസി, അള്ളാഹിനെ പറ്റി വരെ നമുക്ക് സംശയമുണ്ട്. അള്ളാഹിന്റെ കാര്യത്തിലെ വിശ്വാസം, അള്ളാഹ് ഉണ്ടോ, അങ്ങനെ ഉണ്ടോ, അങ്ങനെ സംഗതി ഉണ്ടോ, സ്വർഗം ഉണ്ടോ, നരകണ്ടോ, അതൊക്കെ നമുക്ക് സംശയം. നമ്മളെ മനസ്സ് ദുർബലമാകുമ്പോൾ ശൈത്താൻ പെട്ടെന്ന് കയറും. മനസ്സ് ശക്തമാവേണ്ട ഈമാനാണ്. നമ്മുടെ ശൈത്താൻ കയറും. അപ്പോൾ ഒന്നാമത്തെ കാവല് ആരിൽ നിന്ന്? ആ ശൈത്താനിൽ നിന്ന് നമുക്ക് കാവലിനെ കഴിയണം. ആ കാവൽ തരേണ്ടതായ അല്ലാത്തൊരാൾക്കും ശൈത്താൻ. കാരണം ശൈത്താനിന്റെ പരീക്ഷ മാറ്റി വെച്ചതായ അതെ. ആർക്കാണ് പരീക്ഷ മാറ്റി വെച്ചത്? മനുഷ്യന്മാർക്ക്. മനുഷ്യന്മാർക്ക് പരീക്ഷ ആദമിന്റെ മക്കളാണ് മനുഷ്യന്മാർ അല്ലെ? കടലായി പറയല്ലോ ഒഴുകിട്ടറിയാം സംഭവം എന്താകുന്നല്ലേ പറയും. ഇങ്ങനെ ശത്രുവായിരുന്നു എല്ലാ കാര്യം. ഇനി പഠിക്കേണ്ട മറ്റൊരു വിഷയം, അല്ലെങ്കിൽ യുവസ്മിസുഖി സുദൂരിന അർത്ഥ ചെയ്യാം, ഒരുമിച്ച് അർത്ഥ ചെയ്യാം. അതായത് മനുഷ്യ മനസ്സുകളിൽ മറ്റേ ആയതിനകത്ത് അഡ്മിഷൻ വിശ്വാസം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തിൽ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കണോ? നിക്ഷേപ വിശ്വാസം തന്നെ വാക്കിനർത്ഥമാക്കിയില്ല. അതതിനകത്ത് ചെയ്തോളൂ. പിന്മാറിക്കളയുന്നവന്റെ ദുർമന്ത്രത്തിന്റെ കെടുതിയിൽ നിന്ന്
ദുർമന്ത്രത്തിന്റെ കെടുതിയിൽ നിന്ന്. അതായത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, രണ്ടാമത്തെ അപ്പം ഒന്ന് പഠിച്ചാൽ, അതായത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ. ഇനി ഈ ആയത്തിന്റെ ഒരു ചെറിയ ഒരു തത്വം നമുക്ക് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. ഈ ആയത്തിൽ വന്ന ഒരു പദമാണ് സ്വദർ സുഖോർ, അല്ലെ? സ്വദർ സുഖോർ. ഈ വാക്കിന് നമ്മളുടെ അർത്ഥം പറഞ്ഞ എന്താണ്? ഹൃദയം എന്നാണ് അർത്ഥം പറഞ്ഞത്. അപ്പൊ ഹൃദയം എന്നതിന് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന, കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? കൽബ്. ഇവിടെ ഫീ ഖുലൂബിൻ നാസ് എന്ന് പറയാതെ, ശ്രദ്ധിക്കണേ, ഫീ ഖുലൂബിൻ നാസ് എന്ന് പറയാതെ സുദൂരിൻ നാസ് എന്ന് പറയാൻ എന്താണ് കാരണം? സ്വദറും കൽബും തമ്മിൽ വ്യത്യാസമുണ്ട്, പഠിക്കണം. സ്വദറും കൽബും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ സുദൂരിന്നാസ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഖുർആനിലെ സ്വദർ സുദൂർ എന്ന വാക്ക് 44 തവണയാണ് ആവർത്തിച്ചത്. നോട്ട് ചെയ്തോ, എഴുതിയോ? സ്വദർ സുദൂർ എന്ന വാക്ക് ഖുർആനിൽ 44 തവണ ആവർത്തിച്ചു. കുറച്ചൊരു ഗഹനമായ കാര്യമാണെങ്കിലും നിർബന്ധമായി നമ്മൾ പഠിക്കണം. സ്വദർ സുദൂർ 44 തവണ ആവർത്തിച്ചു. കൽബിന്റെ ജന്മ കൽബ് കുലൂബ്, കൽബ് കുലൂബ് 132 തവണ ഖുർആൻ, 132 തവണ ഖുർആനിൽ കൽബ് കുലൂബ്. എന്താണ് കൽബും സ്വദറും തമ്മിൽ വ്യത്യാസം? ഖുർആനിൽ അല്ലാഹു തആല കൽബിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതില് പ്രധാനപ്പെട്ട പഠനമാണ്. കാരണം എന്താ? അല്ലാഹു കൊടുക്കാൻ നോക്കുക അപ്പൊ നമ്മള് ശുദ്ധമാക്കി വെക്കേണ്ടത് ഹൃദയത്തെ. എപ്പോഴാണ് ഹൃദയം ശുദ്ധമാവുക? അതിന് ഖുർആൻ ചില കാര്യങ്ങൾ പറയും. അത് സദറിനെ പറ്റിയും കൽബിനെ പറ്റിയും ഖുർആനിൽ വന്ന പ്രയോഗങ്ങൾ പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ഈ 44 132 തമ്മിൽ ഒരുപാട് ഇന്നത്തെ വ്യത്യാസമുണ്ട്, അല്ലെ? ഇതില് സദറിനെ കുറിച്ച് പറഞ്ഞപ്പോ 1-2 പ്രയോഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 42 ആവർത്തിച്ച് എവിടെയാണ് വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ എന്ന് പലതവണ പറഞ്ഞത്. ഹൃദയക്കാരെയുള്ളത് അല്ലാഹു അറിയും എന്ന് പറയും. അത് പലതവണ ആവർത്തിച്ചതോടാണ് 42 വന്നത്. അതേ സമയത്ത് കൽബിനെ കുറിച്ച് 132 തവണ അല്ലാഹു പറഞ്ഞപ്പോ
അത്രയും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പറഞ്ഞത് ഹൃദയവുമായി ബന്ധപ്പെട്ട. പക്ഷെ അത് പഠിക്കും. ഞാൻ എന്റെ ആവർത്തനം ഇല്ലാതെ ചുരുക്കം മാത്രം പറയും. ഇത് സമയമില്ല. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അള്ളാഹു ഇവിടെ സുദൂർ നാസ് എന്ന് പറഞ്ഞത്, കുഴുവ് പറയുന്നത്. കൽബും സ്വതവും നമ്മളെ വ്യത്യാസം എന്താണ്? വ്യത്യാസം കേട്ടാ ഒന്നല്ല വ്യത്യാസമല്ല, വ്യക്തമായ വ്യത്യാസം. അള്ളാഹു സുദൂർ എന്ന് പറഞ്ഞെടുത്തു, കുഴുവ് എന്ന് കൽബ് എന്ന് പറഞ്ഞെടുത്തു. പ്രയോഗിച്ച പ്രയോഗങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഒരായത്ത് മാത്രം, രണ്ടും കൂടി വന്നൊരായത്തുണ്ട്. ഈ സ്വദറും കുഴുവും കൂടി വന്ന ഒരു സ്ഥലത്തൊരായത്തുണ്ട്. ആ ആയത്ത് പിന്നെ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ സൂറത്ത് 6 എഴുതാൻ പഠിക്കുക. അത് നോക്കി നമുക്ക് അവസാനിപ്പിക്കുക. മൂന്നാമത്തെ അധ്യായം അതിലെ 154 154 154 കണ്ടോ? അതിന്റെ അവസാനത്തില് ഈ സുദൂറും കുലൂബും വരുന്നുണ്ട്. ആയതിന്റെ അവസാനം ثم أنزل عليكم من بعد الغم ഈ ആയത്തിൽ പറഞ്ഞ ഈ വിഷയത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് പഠിച്ചാൽ നമുക്ക് സ്വദറും കൽബും ഇത് പഠിക്കണമെന്തിനാണ്? സദറുള്ള ആൾക്കാരാണ് ഞങ്ങൾ, കൽബുള്ള ആൾക്കാർ. ഈ പഠനം എന്തിനാന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ശരിയാവും. അതിനാണ് ഈ പഠനം. ഈ ആയത്ത് ഇറങ്ങുന്നത് ഉഹുദ് വെച്ചിട്ടാണ്. ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം. അത് ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ചപ്പോ കൂടെ നബിന്റെ കൂടെ നിൽക്കേണ്ട പല സഹാബിമാർക്കും ചാഞ്ചല്യം. അവര് ഈ ജാഹിലിയ്യത്തിലെ അതേ വിചാരം അള്ളാനെ പറ്റി വിചാരിച്ചു എന്നാണ് ഈ ആയത്തിന്റെ ആശയമാണ്. ജാഹിലിയ്യത്തിലെ അതേ വിചാരം ആരെപ്പറ്റി വിചാരിച്ചു? അള്ളാനെ പറ്റി വിചാരിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, പിന്നെ നമ്മൾക്കൊന്നും ഒന്നും ഇല്ലാതെ നമ്മളെക്കൊണ്ടൊന്നും ഒന്നിനും കഴിയില്ല എന്നവർ പറഞ്ഞു. ഈ ആയത്തിലെ ആശയമാണ്. എന്നിട്ട് അവർ ചില ആൾക്കാർ പറഞ്ഞു, നമ്മളെ ചില ആൾക്കാരെ പറയില്ല, അങ്ങോട്ട് പോയതോടാണ് അത് പറ്റിയത്, ആ റോട്ടുമ്പോൾ ആ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയതോടാ പറ്റിയത്, അത് പോയിലേക്ക് വന്ന് പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയണം. അപ്പൊ ഇവര് പറഞ്ഞു, യുദ്ധത്തിന് പോയതോടാണ് എന്തായത് പരിക്ക് പറ്റിയത്, കൊല്ലപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് മറുപടി അന്ന് കൊടുക്കണം. എന്തായാലും
നിങ്ങൾ കൊല്ലപ്പെടാൻ, നിങ്ങൾ മരിക്കാൻ അള്ളാഹ് ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ മരിക്കോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുന്ന് അവിടേക്ക് ഇറക്കിയത് കൊണ്ടുപോകും. ഇവിടെ മതിജാട് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സ്ഥലം. മതിജാട് ഖുർആനിൽ മതിജാട് രണ്ട് സ്ഥലം. ഒന്ന് നമ്മൾ രാത്രി ഉറങ്ങുന്ന സ്ഥലത്തിന് മതിജാട് പറഞ്ഞു. അതാണ് തമിഴ്നാട് ഹിന്ദുവിന്റെ മതാജയ എന്ന് പറഞ്ഞു. രാത്രി തരീസ്കരിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. രണ്ട് മതിജ എന്ന് പറയുമ്പോൾ മരിക്കുന്ന സ്ഥലം. നമുക്ക് എല്ലാവർക്കും മതി ഇരിക്കണം. എല്ലാവർക്കും ഇതിന് മതിജാടുണ്ട്. എന്താണ് മതിജ? നമ്മൾ മരിക്കുന്ന ഒരു സ്ഥലം. അതിപ്പോ റോഡാവും, ചിലപ്പോ കടലാവും, ചിലപ്പോ ആകാശവും, ചിലപ്പോ ഏതെങ്കിലും ആശുപത്രിയിലെ ഇത് വെന്റിലേറ്ററോ, ചിലപ്പോ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ റൂമിലെ കടലാവും. എവിടെയാണോ അമ്മ ഉദ്ദേശിച്ചത് അവിടേക്ക് ഇറക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് എന്ത് പറയണ്ട, അങ്ങോട്ട് പോയതുകൊണ്ടാണ്, ആ സ്കൂട്ടർ എടുത്തതുകൊണ്ടാണ്, വണ്ടി എടുത്തതുകൊണ്ടാണ്, കാറിൽ പോയതുകൊണ്ടാണ്, ട്രെയിനിൽ പോയതുകൊണ്ടാണ്, വണ്ടി പോയ പോലെ ഒന്നും പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടെ വെച്ച് അത് സമ്മതാണ് ന്യായം. പിന്നെ എന്തിനാണ് ഈ ഊതടക്കമുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായത്? അതാണ് അവസാനം സുദൂർ എന്ന് പറഞ്ഞെടുത്ത് ബലാഅാണ്. കുരു പറഞ്ഞപ്പോൾ ഒന്ന് ഹൃദയത്തിനുള്ളത് പരീക്ഷിക്കാൻ വേണ്ടി, രണ്ട് സ്വതന്ത്രുള്ളത് പരീക്ഷിക്കാൻ വേണ്ടി, കൽബുള്ളത് ശുദ്ധീകരിക്കാൻ വേണ്ടി. ഒന്ന് പരീക്ഷണം, മറ്റൊന്ന് ശുദ്ധീകരണം. ഇതിനെ വെച്ചിട്ടാണ് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇപ്പോ ഞാൻ ഇന്നത്തെ കാര്യം കാരണമായിരുന്നു. മൂസാ നബി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, നബിനോട് അള്ളാഹ് പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക്. രണ്ട് സ്വതം വെച്ചു മനസ്സിലായി. ഇനി ഞാൻ പണ്ഡിതന്മാരി ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞ കൽബും സ്വതും എന്താണെന്നതിനെ പറ്റി വിശദീകരിച്ചതാണ്. കൽബ് സ്വതം എന്ന് പറഞ്ഞാൽ ഒരു ഹാള്. നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോ കയറി വന്നാലുള്ള ഒരു ഹാള്, അതാണെന്ത്? സ്വതം. ആ ഹാളിലേക്ക് കടന്നാല് പിന്നെ കുറെ റൂമുകളാണ്, റൂമുകളാണ്. അതാണെന്ത്? കൽബ്. മനസ്സിലായി? സ്വതം ശ്രദ്ധിക്കണം. സ്വതം എന്ന് പറഞ്ഞാല് ഒരു ഹാൾ, അതാണ് സ്വതം. ആ സ്വതന്റെ ഉള്ളിൽ ആ ഹാളിലേക്ക് കടന്നാൽ പിന്നെ കുറെ റൂം, അതാണെന്ത്? എല്ലാം ഒന്ന് ഒരു വീടാണ്, എല്ലാം വൈക്കാണ്, വീടാണ്. അപ്പൊ ഒരു റൂമ്, ആ ഒരു റൂമിൽ തഖ്വ, ഒരു റൂമിൽ ഈമാൻ, ഒരു റൂമിൽ തവക്കുൽ. മനസ്സിലാക്കാൻ ഹൃദയത്തിൽ എന്ത് വേണം? ഈമാൻ വേണം. ഹൃദയത്തിൽ എന്ത് വേണം? തഖ്വ വേണം. ഹൃദയത്തിൽ എന്ത് വേണം? തവക്കുൽ വേണം. ഒക്കെ വേണം. മനസ്സിലാക്കാം. അത് ഹൃദയത്തിലകത്താണ്. സ്വതന്ത്ര എന്ന് പറഞ്ഞത് ഇതിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ ഇതിലേക്ക് കടക്കാൻ പറ്റുമോ? അപ്പൊ വിശാലാകുന്ന സ്ഥലം ഇവിടെ സ്വതന്ത്ര വിശാലാവും. കാരണം നശ്വറിലേക്ക് സ്വതന്ത്ര മനസ്സിലാക്കണം. അപ്പൊ അതിവിശാലമാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിലേക്ക് ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഖുർആനായിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഉള്ളിലേക്ക് ഇറങ്ങാൻ പറയുന്നത് ആ ഇറക്കമാണ്. ഹൃദയത്തിലൂടെയൊക്കെ ഇറങ്ങുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇത് മാത്രമല്ല, ഇവർ തവക്കുലും തക്വയും മാത്രമല്ല, വേറെ പെട്ടെന്ന് മനസ്സിലാക്കട്ടെ, അതല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ഏകദേശം ഒരു 10-40ഓളം ആയത്തിന്റെ കഷ്ണങ്ങൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞു. അതൊക്കെ ഹൃദയത്തിലാണ്. അപ്പൊ എന്ന് പറയുന്ന കാരണം ഷെയ്ത്താൻ ആദ്യം തന്നെ എവിടെ കിടക്കുക? ഈ സദറിലാണ് കിടക്കുക. സദറിൽ ഷെയ്ത്താൻ കണ്ടാൽ പിന്നെന്താവില്ല? ഇത് സദറാണ് ഏറ്റവും ഇവിടെ കടന്നെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? ആദ്യം
സദ്യത്തിൽ ഇവിടെ വിശ്വാസം ഉണ്ടാവും. ഇവിടെ വിശ്വാസം ഉണ്ടാക്കിയ പിന്നെ ഉണ്ടാവില്ല, മറ്റൊന്നും നടക്കൂല, മറ്റൊന്നും ഉണ്ടാവില്ല, ഹൃദയത്തിലേക്ക് കടക്കണമൊന്നും ഉണ്ടാവില്ല. മനസ്സിലാക്കണോ? ഞാൻ എന്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത്. സ്വദറിനെ കൽബിനെ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളെ വിശദീകരിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഇൻഷാല്ലാഹ് ഒന്നാം തീയതി നമ്മുടെ അടുത്ത ക്ലാസ്, ഒന്നാം തീയതി ആരോഗ്യ ആയുഷൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് നടക്കുകയാണെങ്കിൽ അവിടെ ഞാൻ ഹൃദയവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഒരു 10-35 പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ പഠിക്കുമെന്ന് മനസ്സിലാവുന്നത് ഞാൻ ഈ പറഞ്ഞ സമയത്ത്. സ്വദറിനെ കുറിച്ച് അത് പറഞ്ഞപ്പോ സ്വതന്ത്രനെ കുറിച്ച് പറഞ്ഞു, വിശാലത, ഒടിസാലുക, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗമാണ് ഇതിനെ പറ്റി പറഞ്ഞത്. സ്വതന്ത്രനെ കുറിച്ച് പറഞ്ഞു, മനസ്സിലാക്കാൻ പറഞ്ഞു. അതേ സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, കൽപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ എന്താണ് കൽപ്പും, എന്താണ് സ്വതന്ത്രം? അപ്പൊ നമുക്ക് അർത്ഥം പറയാം, നമുക്ക് എന്ത് പറയാം? ഹൃദയം എന്ന് പറയാം, ഹൃദയം എന്ന് പറയാം, മനസ്സെന്ന് പറയാം, നെഞ്ചെന്ന് പറയാം. നെഞ്ചിന്റെ ഉള്ളിൽ ആരാണ്? നെഞ്ചിനുള്ളിൽ എന്താ? ഹൃദയം, സ്വതർ. സ്വതരാണ്, സ്വതരാണ് നെഞ്ചിന്നാ പറയാം. ഹൃദയമുള്ള ഇടം, ഹൃദയമുള്ള ഇടം. മനസ്സിലായോ പറഞ്ഞേ? അപ്പോ ഇനി 100-ാമത്തെ ആഴ്ച, 100-ാമത്തെ സുഹൃത്തെ ആ കാര്യത്തിൽ പറയുന്നത് എളുപ്പമായി. 100-ാമത്തെ സുഹൃത്ത് മൈക്കട്ടറിയാക്കി فلا يعلم إذا أبصر ما في الصدور وحصل ما في الصدور وحصل ما في الصدور. സദറികളിലുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കബറുകളൊക്കെ ഇറക്കി മറിക്കപ്പെടുമ്പോൾ സദറിലുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, അപ്പൊ റൂമിനൊക്കെ എവിടെ വരിക? സദറിലേക്കാണ് വരിക. അപ്പൊ ചില ആൾക്കാരെ കൽപ്പിന്റെ ഉള്ളിൽ മറവാണ്, ഈ കുരുവിയും മറവും. ആ മറവ് എന്തൊക്കെയാണ്? നിഫാഖ്, കാപട്യം, ശിർക്ക്, കുഫ്ർ, റിയാഅ്, ഇതൊക്കെ എന്താണ്? മറവാണ്. അതൊക്കെ ഹൃദയത്തിന്റെ ഓരോ കോണിലുണ്ട്, കൽപ്പിന്റെ ഓരോ കോണിൽ. അത് ഇവിടെ ഒഴിവ് വരും. ആ സദറിൽ എന്താക്കപ്പെടും? ഒരുമിച്ച് കൂട്ടപ്പെടും. നമ്മളിപ്പോ ഖുർആൻ സമ്മതിക്കുന്നത് ഹൃദയത്തോടാണ് സമ്മതിക്കുന്നത്. അതാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ വിഷയം. അത് സദറിലേക്കാണ് ആദ്യം എന്തിറങ്ങേണ്ടത്? ഖുർആൻ. ഖുർആൻ സദറിലേക്ക് ഇറങ്ങിയ ഒരാളിലാണ് എന്തുണ്ടാവുക? ഈമാൻ തഖ്വയൊക്കെ അതിലേക്ക് പ്രവേശിക്കുക. ഞാൻ ആയത്തിൽ പറഞ്ഞു, ഈമാൻ ദുഖൂലാണെന്ന് പറഞ്ഞു. കൽബിലേക്ക് ഈമാനും തഖ്വയൊക്കെ ഈമാൻ എന്ത് ചെയ്യാം? പ്രവേശിക്കാൻ പറഞ്ഞു. പ്രവേശിക്കുക എന്നിട്ടാണ് അത് പറയുന്നത്. സദറിൽ തന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താവുക? ഈമാനും തഖ്വ എന്നൊരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ സദറിന് ആദ്യം ഇങ്ങനെ മനസ്സിലാക്കി. സദറിനെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത് അത് ഒരു സാഹത്താണ്, സാഹത്താണ് മുറ്റം, ഒരു ഹോൾ. അതാണ് ശരിക്ക് സ്വദർ. അതിന്റെ ഉള്ളിലെ പല അവസ്ഥകൾക്കാണ് എന്ത് പറയാ? കൽബ് എന്ന് പറയും. അത് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളിൽ നമുക്കത് കിട്ടും. അത് അടുത്ത ക്ലാസ്സിൽ കൂടി നിങ്ങൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടി ആ വിഷയം ഉണ്ടാവും, ക്ലിയറാവും. ശരി, അപ്പൊ അവസാനിപ്പിക്കാം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരി. അപ്പൊ നമ്മളെ ഹൃദയത്തിലേക്ക് കടക്കേണ്ട ഈ പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം ആര് തടയും? ശൈത്താൻ.
ആ ഷെയ്ത്താൻ തടഞ്ഞാൽ പിന്നെ ഇതൊന്നും സദറിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മൾ കാവലിനെ ചോദിക്കും, രക്ഷ. അതുകൊണ്ടാണ് ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള വിശാലത എന്റെ സദറിനെ കൊണ്ട പഠിച്ചവനെ ആര് പ്രാർത്ഥിച്ചത്? മുസാലിക്ക് പ്രാർത്ഥിച്ചത്. എന്റെ സദറിനെ വിശാലത കൊണ്ട പഠിച്ചവനെന്ന് റസൂൽ പ്രാർത്ഥിച്ച റസൂലിന് അത് കൊടുത്ത് ഏറ്റവും അനുഗ്രഹമായിട്ട് എളിയ താമസവും ആ വിശാലത നൽകിയേ എന്ന് നമ്മളോട് ചോദിച്ചു. മനുഷ്യാത് ഖുർആന്റെ ഒരു പഠനമാണ്, തദബ്ബുറാണ്. നമ്മൾ വെറുതെ ഓടിപ്പോയ വിനാസം വികാരൊന്നും ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ അർത്ഥറിയാതെ ഓടിപ്പോയതിന് മാത്രം കാര്യമില്ല. നമ്മളെ ഇത് എങ്ങനെയൊക്കെ സ്വാധീനിക്കും, നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കും. ഷെയ്ത്താനെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുവരിക. എവിടെയൊക്കെ ഷെയ്ത്താൻ ഈ വിശ്വാസമൊക്കെ ഉണ്ടാക്കി ഷെയ്ത്താൻ ഉദ്ദേശം നരകത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പം എന്തിൽ നിന്നുള്ള കാവലാണ് നമുക്ക് അവ പഠിച്ചത്? നരകത്തിൽ നിന്നുള്ള കാവലാണ് പഠിച്ചത്. അപ്പൊ പുനർവിനാസം പലർക്കും അതിനുള്ള കാവലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് പോലെ ഈ പഠനവും എല്ലാം തന്നെ നരകത്തിൽ നിന്നുള്ള രക്ഷ കിട്ടാനുള്ള ഒരു കാരണമായി നമ്മൾ സ്വീകരിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളമായി തദബ്ബുർ ചെയ്ത് ഹൃദയത്തിനകത്തേക്ക് ഈ ഖുർആനിനെ തദബ്ബുർ ചെയ്ത് ഹൃദയത്തിനകത്തേക്ക് എന്തൊക്കെ നമ്മൾ പ്രവേശിപ്പിക്കണമെന്നോ അത് മുഴുവൻ പ്രവേശിപ്പിക്കാനുള്ള മഹാഭാഗ്യം എന്നുള്ളതാണ് നമുക്ക് എല്ലാവരും മാറണം. നമ്മൾ അതിനെ അടച്ചു വെക്കുന്ന ഓരോ ഹൃദയത്തിനകത്തെ റൂമുകളെയും കൂട്ടുന്ന ആളുകളായിരുന്നു മാറാൻ പാടിക്കാൻ ഹൃദയം തുറന്ന് ആ ഹൃദയത്തിനകത്തേക്ക് പോകാൻ അതിനെ ബാധ്യത അനുഗ്രഹിക്കുന്നതിൽ നമ്മൾ നമ്മുടെ കുടുംബവും എല്ലാവരെയും സഹായിക്കുമാറാണ്. പിന്നെ 3 മണിക്ക് അറിയാനുള്ള ക്ലാസ്. പിന്നെ ഇന്ന് നമ്മുടെ സെൻട്രലിലെ ക്ലാസ് 4 മണിക്കാണ്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അവിടെ നമ്മൾ പിന്നെ ഈമാൻ വ്യക്തിയിലുള്ള മരണത്തിന് വേണ്ടിയുള്ള 3 പ്രാർത്ഥന ഇന്ന് പഠിപ്പിക്കും. ഇന്നത്തെ ക്ലാസ്സാണ്. അതായത് നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെൻട്രലിൽ പഠിക്കുന്ന ജമീലിൽ പഠിക്കുന്ന സെൻട്രലിൽ പഠിക്കുന്ന സൂറത്ത് സുബറാണ്. ആയത്ത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ഉറക്കത്തിൽ മരിച്ചു പോകുന്നു, പല ആൾക്കാരും പല സന്ദർഭത്തിലും മരിക്കും. അപ്പൊ അത് പറഞ്ഞ ആയത്ത് അത് എങ്ങനെ എവിടെ വെച്ച് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ ആരാണെങ്കിലും വിമാനിക്കും. അപ്പൊ 3 ജീവിതത്തിൽ 3 വ്യത്യസ്ത തലങ്ങളിൽ ജീവിച്ച ആൾക്കാരെ ഇമാമിക്കുന്ന മരണത്തിന്റെ കാരണമായി അവരെ പ്രാർത്ഥന പറ്റിയപ്പെടുന്നു. മനസ്സിലാക്കാൻ 3 വ്യത്യസ്ത നമ്മളപ്പോ ഓരോ നിലപാടുള്ള ആൾക്കാർ. ഞാൻ അധ്യാപകനാണ്, നിങ്ങൾ കച്ചവടക്കാരാവും അല്ലെ, നാട്ടിൽ മനുഷ്യന്മാർ പല ടൈപ്പിലെ പല അങ്ങനെ 3 വിഭാഗം ആളുകളുടെ മരണം അല്ലാഹു വല്ലാതെ സഹായിച്ചു, ഇമാനിക്ക് മരിക്കാൻ സഹായിച്ചു. അത് കിട്ടാൻ കാരണം അവരുടെ പ്രാർത്ഥന. 3 വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന കൂടാൻ ഇമാനിക്ക് മരിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥന പറയട്ടെ. ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ജമീല ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവരും ആ ക്ലാസ്സിൽ പരമാവധി പങ്കെടുക്കാൻ പരിശ്രമിക്കണം. കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിക്കാനും നമ്മളെ എല്ലാവരും സഹായിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ശരീരത്തിന് ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. വലിയ പരീക്ഷകളിൽ ഇമാരോട് കൂടി ജീവിച്ച് ഇമാരോട് കൂടി മരിക്കാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ മക്കളെ അവസാനിയായ മക്കളാക്കി നമ്മളെ കുടുംബത്തിൽ മനസ്സമാധാനം പ്രദാനം ചെയ്യുന്നത്. അള്ളാഹു നൽകിയ ആഫിയത്തും അള്ളാഹു നൽകിയ ഇടത്തും മാറിപ്പോകാതെ അത് നിലനിന്ന് കിട്ടാൻ അള്ളാഹു സഹായിക്കുന്നതാണ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين.